السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ വായനശാല മുടങ്ങാതെ പോവുക എന്നുള്ളത് നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ ഒരു പ്രത്യേക താല്പര്യമാണ്. കാരണം വായിക്കുവാനും പഠിക്കുവാനും പ്രചോദനം നൽകുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയിൽ അതിന് ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനവുമായി വല്ലാത്ത ബന്ധമുണ്ട്. വിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭിക്കുന്നത് തന്നെ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന മഹൽ വചനം കൊണ്ടാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ഈ വായനശാലയെ ധന്യമാക്കുന്ന പ്രിയ സുഹൃത്ത് മുജീബ് റഹ്മാൻ ഇടവണ്ണ, നൌഷാദ് കുലിയിൽ തുടങ്ങിയ സഹോദരങ്ങൾ അവരുടെ തിരക്ക് കാരണം ഇന്നത്തെ പ്രോഗ്രാം നടത്തണം എന്ന ആവശ്യം അവരിലൂടെ ഉന്നയിക്കപ്പെട്ടപ്പോഴാണ് ഞാൻ ഈ പ്രോഗ്രാം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വായനശാലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതില് ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന്റെ പൂർണ്ണമായ ഗാംഭീര്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയാതെ വന്നേക്കാം. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ ശ്രദ്ധയും സാന്നിധ്യവും നമ്മളൊക്കെ അവിടെയുണ്ട് എന്ന അടയാളപ്പെടുത്തലുകളും ആവശ്യപ്പെടും. ഇന്ന് വായനശാലയിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകം ഡോക്ടർ വി.പി. ഗംഗാധരൻ അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പുകളായി നമ്മുടെ കൈകളിലെത്തിച്ച ജീവിതമെന്ന അത്ഭുതം എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, ഡോക്ടർ ഗംഗാധരൻ എന്ന് പറയുന്ന ക്യാൻസർ രോഗത്തെ ചികിത്സിക്കുന്ന വളരെ പരിചയസമ്പന്നനായ ഒരു ഡോക്ടറുടെ അനുഭവങ്ങൾ പ്രസിദ്ധനായ ഒരു കഥാകൃത്താണ് എഴുതിയിരിക്കുന്നത് എന്നാണ്. ഒരു ഡോക്ടർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ ആ ഡോക്ടർക്ക് അതിന്റെ തീവ്രതയോടുകൂടി എഴുതാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അപ്പൊ തീവ്രമായ അനുഭവങ്ങളെ മോഹിപ്പിക്കുന്ന ഭാഷ കൈവശമുള്ള ഒരു എഴുത്തുകാരനിലൂടെ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വായനക്കാരെ സംബന്ധിച്ച് അതുല്യമായ ആനന്ദം പ്രദാനം ചെയ്യുന്ന ഒരു അനുഭവമാണ്. ഇതിന്റെ പിൻകുറിപ്പിൽ പറയുന്നുണ്ട്, ഒരു ക്യാൻസർ ചികിത്സാ വിദഗ്ധന്റെ അനുഭവങ്ങൾ ഒരു കഥാകാരൻ പകർത്തുക, തീർത്തും അപൂർവമായ കൂട്ടുകെട്ടിലൂടെ വാർന്നു വീണ ഒരു അസാധാരണ കൃതി. നിസ്സംഗനായ ഒരു കാഴ്ചക്കാരൻ മാത്രമായി മാറി നിൽക്കാത്ത ഡോക്ടർ കൊടും വേദനയുടെ ഒരു ജന്മം തന്നെയാണ് രോഗികളുമൊത്ത് ജീവിച്ചു തീർക്കുന്നത്. നന്മയും കാരുണ്യവും മറന്ന് സകലതും വെട്ടിപ്പിടിക്കാൻ വേഗത്തിൽ പായുന്ന സമൂഹത്തിന് ഒരു താക്കീതാണ് ഈ അനുഭവങ്ങൾ. ഇനിയും നിലച്ചിട്ടില്ലാത്ത നന്മയുടെ നീരൊഴുക്കിനെ ഒരു മഹാപ്രവാഹമാക്കി മാറ്റാനുള്ള ഒരു ബിഷഗുരന്റെയും കഥാകൃത്തിന്റെയും യത്നമാണ് ഈ പുസ്തകം. പ്രശസ്ത ക്യാൻസർ ചികിത്സകനായ ഡോക്ടർ വി.പി. ഗംഗാധരന്റെ തീവ്രാനുഭവങ്ങൾ പ്രശസ്ത കഥാകൃത്ത് കെ.എസ്. അനിയന്റെ മോഹിപ്പിക്കുന്ന ഭാഷയിലൂടെയാണ് DC ബുക്സ് പുറത്തിറക്കിയിരിക്കുന്നത്. ഡോക്ടർ വി.പി. ഗംഗാധരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തനായ ക്യാൻസർ ചികിത്സകനാണ്. ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂൾ, ക്രൈസ്റ്റ് കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിൽ പഠിച്ചു.
റേഡിയേഷൻ തെറാപ്പിയിലും ജനറൽ മെഡിസിനിലും MD, മെഡിക്കൽ ഓങ്കോളജിയിൽ, ഈ ക്യാൻസർ ചികിത്സാശാസ്ത്രമാണ് സത്യത്തിൽ ഓങ്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ശാഖ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഓങ്കോളജിസ്റ്റ് എന്നാണ് വിളിക്കുക. ഡോക്ടർ VP ഗംഗാധരൻ ഒരു ഓങ്കോളജിസ്റ്റാണ്. മെഡിക്കൽ ഓങ്കോളജിയിൽ DM, വാഷിംഗ്ടൺ DC-യിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ്, ലണ്ടനിലെ റോയൽ മാർസ്ഡൺ ഹോസ്പിറ്റലിൽ നിന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഇത്രയും ഗംഭീരമായ മേൽവിലാസമുള്ള വളരെ പ്രസിദ്ധനായ ഒരു ഡോക്ടറുടെ അനുഭവങ്ങൾ ഇത് പകർത്തുന്നത് സത്യത്തിൽ KS അനിയൻ. അദ്ദേഹം ചെറുകഥാകൃത്താണ്. കുന്നംകുളം ഗവൺമെന്റ് ഹൈസ്കൂൾ, തൃശൂർ സെന്റ് തോമസ് കോളേജ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പനങ്ങാട് ഫിഷറീസ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യസിച്ച് പിന്നെ നോവലുകളും കഥാസമാഹാരങ്ങളും മലയാളത്തിന് സമർപ്പിച്ച നല്ല ഭാഷ കൈവശമുള്ള ഒരു എഴുത്തുകാരനാണ് KS അനിയൻ. അപ്പോൾ ഡോക്ടറുടെ അനുഭവങ്ങൾ KS അനിയനിലൂടെയാണ് നമ്മുടെ കൈകളിലെത്തുന്നത്. മലയാളം വാരികയിൽ ജീവിതം എന്ന അത്ഭുതം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കെ അതിൽ നിന്നുയരുന്ന മിടിപ്പുകളും നിശ്വാസങ്ങളും മലയാളി വായനക്കാരെ ലോകത്തിലെ സങ്കീർണ ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് നയിക്കുകയുണ്ടായി. രോഗത്തിന്റെയും മരണത്തിന്റെയും നിത്യദുഃഖങ്ങളിൽ നിന്ന് കാരുണ്യത്തിന്റെ ദർശനമോദിയ തഥാഗന്റെ വഴിയാണ് ഈ പുസ്തകത്തിലൂടെ അടയാളപ്പെടുത്തുന്നത് എന്ന് ഇത് പുറത്തിറക്കിയ DC ബുക്സിന് വേണ്ടി DC രവി ഈ പുസ്തകത്തിന്റെ പ്രസാധകക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2004 ജൂണിലാണ് ഇതിന്റെ ആദ്യ ലക്കം പുറത്തിറങ്ങുന്നത്, ആദ്യ പ്രതി പുറത്തിറങ്ങുന്നത്. ഇപ്പോ പിന്നെ 12ാമത്തെ അതിന്റെ ഇംപ്രഷനാണ് എന്റെ കയ്യിലിരിക്കുന്നത്. 12ാമത്തെ പ്രതി പുറത്തിറങ്ങിയത് അത് ഓഗസ്റ്റ് 2012 എന്ന് പറഞ്ഞാൽ മലയാളക്കര ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള വായനാ സമൂഹം ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ച ഹൃദയസ്പർശിയായ അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതിലെ മുൻകുറിപ്പിൽ ഡോക്ടർ ഗംഗാധരന്റെ വാക്കുകൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ക്യാൻസർ രോഗത്താൽ തളർന്നു പോകുന്ന കുറെ മനസ്സുകളെയെങ്കിലും സമാധാനത്തിന്റെ തീരങ്ങളിലെത്തിക്കാനുള്ള ഒരു കൊച്ചു സംരംഭമായിരുന്നു ജീവിതം എന്ന അത്ഭുതം. അനിയന്റെ തൂലിക ഈ അനുഭവക്കുറിപ്പുകൾക്ക് ആത്മാവും ജീവനും നൽകി. അനിയൻ എനിക്കൊരു സുഹൃത്ത് മാത്രമല്ല, സഹോദരൻ തന്നെ. ആ ആത്മബന്ധം കൊണ്ടാകാം എന്റെ മനസ്സിലേക്ക് കടന്നു കയറാൻ അനിയന് അനായാസം സാധിച്ചു. ക്യാൻസർ രോഗിയായിരുന്ന ഒരു വായനക്കാരി എഴുതി, സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങിയത് ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണ്. ജീവിതത്തിന്റെ പല മുഖങ്ങൾ, എന്താണ് ജീവിതമെന്ന് ഞാൻ ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കുന്നു. നമ്മുടെ ദുഃഖമല്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇത് വായിച്ച ഒരു ക്യാൻസർ രോഗിയുടെ അനുഭവമാണ്. മറ്റൊരാൾ മനസ്സു തോന്നു പറഞ്ഞത് ഇപ്രകാരമാണ്: എന്റെ പൂജാമുറിയിലാണ് ഞാൻ ഈ പുസ്തകം സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിലെ ഒരു പേജെങ്കിലും വായിക്കാതെ ഞാൻ ഒരു ദിവസം ഉറങ്ങാറില്ല. ഒരു ടീച്ചറായ സ്ത്രീയുടെ അനുഭവക്കുറിപ്പാണത്. ലക്ഷക്കണക്കിന് വായനക്കാർ ഈ പുസ്തകം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചതിൽ അങ്ങേയറ്റത്ത് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ VP ഗംഗാധരൻ ഈ 12ാം പ്രതിയിൽ അദ്ദേഹത്തിന്റെ നന്ദി പ്രകാശിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിന് ഒരു ആമുഖം KS അനിയൻ ദീർഘിച്ച ആമുഖം എഴുതിയിട്ടുണ്ട്. അതിൽ അവസാനത്തെ വരികൾ മാത്രം ഇതിന്റെ ഈ ഡോക്ടറുടെ അനുഭവങ്ങളെ അതിമനോഹരവും തീവ്രവും സ്പർശിയുമായ ഭാഷയിൽ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് അനിയനാണ്.
കഥാകൃത്തായ അനിയൻ അതിന്റെ അവസാനം പറയുന്നുണ്ട്, ജീവിതത്തിന്റെ കാണാപ്പുറങ്ങളിലേക്കാണ് ഡോക്ടർ ഗംഗാധരന്റെ വാക്കുകൾ എന്നെ കൊണ്ടുപോയത്. എത്രയോ പുരുഷായുസ്സുകൾ കൊണ്ട് കണ്ടു തീർക്കേണ്ട കാര്യങ്ങളാണ് ഈ 49കാരന്റെ കൺമുമ്പിലൂടെ കടന്നുപോയിട്ടുള്ളതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഞാനെന്ന വ്യക്തി പൊടുന്നനെ മാഞ്ഞുപോയി. ആശയങ്ങളുടെ സമൃദ്ധി കണ്ട ആർത്തിയോടെ എന്നിലെ കഥാകാരൻ മാത്രം ശേഷിച്ചു. ഡോക്ടർ ഗംഗാധരന്റെ മനസ്സിലൂടെ കടന്നുവന്ന വികാരങ്ങളെ അതേപടി സ്വന്തമാക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഉള്ളിൽ ഒതുക്കിവെച്ച ചൂട് എന്നെ വല്ലാതെ പൊള്ളിച്ചു. തീവ്രമായ ആ വികാരങ്ങളെ ഏതു രീതിയിൽ ആവിഷ്കരിക്കണമെന്നതായിരുന്നു ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ ഒരു കഥാകാരന്റെ മുൻപിൽ ഡോക്ടറുടെ അനുഭവങ്ങൾ അണപൊട്ടി വീഴുകയാണ്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ടത് ഡോക്ടർ അനിയനാണ്. ഇതിന്റെ ആദ്യ പേജുകളിൽ ജീവിതം എന്ന അത്ഭുതം ഈ പുസ്തകത്തിന്റെ പേരിൽ തന്നെ 2 പേജ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില സന്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ക്യാൻസർ എന്ന് പറയുന്ന മാറാരോഗത്തെക്കുറിച്ച് എന്ന് നമ്മുടെ സമൂഹം പ്രയോഗിക്കുന്ന തെറ്റായ ഒരു പ്രയോഗമുണ്ട്. ക്യാൻസർ ഒരിക്കലും ഒരു മാറാരോഗമല്ല. ക്യാൻസർ രോഗികൾ മാനസികമായി തളർന്ന് ജീവിതത്തോട് വിട പറയുന്ന വളരെ ദുരന്തപൂർണമായ ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് ആത്മവിശ്വാസം പകരുവാൻ സഹായിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ പുസ്തകത്തിൽ തുന്നിച്ചേർത്തിരിക്കുന്നു. അത് കഥയല്ല, അനുഭവമാണ്. രണ്ടാമത്തേത്, നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസമല്ല എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന, പ്രയാസങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പച്ചയായ ജീവിതം അനിയന്റെ തൂലികയിലൂടെ നമ്മുടെ കയ്യിലെത്തണം. ഇത് വായിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും പ്രയാസമല്ല എന്ന് ഈ പുസ്തകം വായിക്കുന്നതുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടും. യാതൊരു സംശയവുമില്ല. ജീവിതമെന്ന അത്ഭുതം അതിന്റെ തുടക്കത്തിൽ ആമുഖമായി ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചിരിച്ച മുഖങ്ങളല്ല ഞാൻ ഏറെയും കണ്ടിട്ടുള്ളത്. എന്നെ കാണാനെത്തുന്നവരുടെ തളർന്ന നെഞ്ചിലെ വിതുമ്പൽ ഞാൻ വ്യക്തമായി കേൾക്കാറുണ്ട്. ഒരു കുടുംബത്തെ മുഴുവൻ ക്യാൻസർ തകർക്കുന്നത് വേദനയോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. വൈകാരികവും സാമ്പത്തികവുമായ തകർച്ചകൾ സ്നേഹം പോലെ തന്നെ തീവ്രമാണ്. സ്നേഹരാഹിത്യവുമെന്ന അത്ഭുതം ഞാൻ കണ്ട ജീവിതങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. ഇതൊരു വലിയ പോയിന്റാണ്. സ്നേഹം പോലെ തന്നെ സ്നേഹരാഹിത്യവും വളരെ തീവ്രമായ വികാരമാണ്. ആ മഹാവൈദ്യന്റെ വിരൽത്തുമ്പിലെ ചലനത്തിനൊത്ത് എല്ലാവരും സ്വന്തം കർമ്മനിയോഗം ആടിത്തീർക്കുന്നു. അതിനിടെ എന്റെ തോളിലേക്ക് കുഴഞ്ഞു വീണ നിരവധി ജീവിതങ്ങൾ എന്റേത് തന്നെയാകുന്നു. അതിൽ നിന്ന് വേറിട്ട് എനിക്കൊരു നിലനിൽപ്പില്ലെന്ന് ഞാൻ അറിയുന്നു. ക്യാൻസർ രോഗിയെ സമൂഹം പെട്ടെന്ന് ഒറ്റപ്പെടുത്തുന്നു. ആരൊക്കെയോ കാലാകാലങ്ങളായി കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നീചത്വം ക്യാൻസർ എന്ന വാക്കിനുമേൽ ഇപ്പോഴും വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഒരിക്കലും പകരാത്ത ഒരു രോഗമാണെന്ന് പോലും പലരും മറന്നുപോകുന്നു. ഇതിനേക്കാൾ എത്രയോ മടങ്ങ് തീവ്രതയും ഭീകരതയുമുള്ള അവസ്ഥ മറ്റു രോഗങ്ങൾക്കുണ്ട് എന്നറിയാതെ ഹൃദ്രോഗികളിൽ നിന്നും, കരൾ രോഗികളിൽ നിന്നും, വൃക്ക രോഗികളിൽ നിന്നും എങ്ങനെയാണ് ക്യാൻസർ രോഗി വ്യത്യസ്തനാകുന്നത്? ചികിത്സ കൊണ്ട് പൂർണ്ണമായി ഭേദപ്പെടുന്നതിന്റെ ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റേത് രോഗത്തിനേക്കാളും മുന്നിലാണ് ക്യാൻസർ. ഇത് വളരെ അടിവരയിട്ട് നാം നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കേണ്ട ഒരു പോയിന്റാണ്. പ്രത്യേകിച്ച് പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിങ്ങുള്ള ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ അതുകൊണ്ട്
ഡോക്ടർ പറഞ്ഞ ഈ ഒരു സെന്റൻസ് ആണ് ഇതിന്റെ കാമ്പ്. ഏതാണത്? ചികിത്സ കൊണ്ട് പൂർണ്ണമായി ഭേദപ്പെടുന്നതിന്റെ ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റേത് രോഗത്തെക്കാളും സുഖപ്പെടാൻ സാധ്യതയുള്ള രോഗമാണ് ക്യാൻസർ എന്നാണ്. ഹൃദ്രോഗം ബാധിക്കുന്ന രോഗികളിൽ 50% പേരും ആശുപത്രിയിലെത്തും മുമ്പേ മരണപ്പെട്ടു പോകുന്നു. രക്ഷപ്പെടുന്നവർ തന്നെ ജീവിതകാലം മുഴുവൻ രോഗികളായി കഴിയുന്നു. വൃക്കരോഗത്തിന്റെയും കരൾ രോഗത്തിന്റെയും സ്ഥിതിക്ക് വലിയ വ്യത്യാസമില്ല. വൃക്കകൾക്ക് രോഗം ബാധിച്ച് ഡയാലിസിസ് നടത്തിക്കഴിയുന്നതിന്റെ ഭീകരത ഞാൻ തൊട്ടടുത്തു നിന്ന് കണ്ടിട്ടുള്ളതാണ്. എന്റെ അച്ഛനും ഒരു വൃക്കരോഗിയായിരുന്നു എന്ന് ഡോക്ടർ അനുസ്മരിക്കുന്നുണ്ട്. ജീവിതം അടുത്ത ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നേരത്തെ ഈ യാതന അവസാനിപ്പിച്ചു തരണമെന്ന് എന്റെ അച്ഛൻ നിറഞ്ഞ കണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വൃക്കരോഗിയായിരുന്നു. 1/3 ക്യാൻസർ രോഗികൾ പൂർണ്ണമായും സുഖപ്പെടുന്നു. പിന്നീട് അസുഖത്തിന്റെ ഓർമ്മ പോലും ഒരിക്കലുമില്ലാത്ത അവർക്ക് അപ്രകാരം ജീവിക്കുവാൻ കഴിയുന്നു. ജീവിത രീതിയിലോ ഭക്ഷണക്രമത്തിലോ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ പിൽക്കാലത്ത് ജീവിക്കാമെന്നാണ്. അതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കേണ്ട കാര്യം. ഏത്? 1/3 ക്യാൻസർ രോഗികൾക്ക് പൂർണ്ണമായും എന്ന് പറഞ്ഞാൽ 100% 100% സുഖപ്പെടുന്നതാണ്. ഭക്ഷണത്തിലും ജീവിതക്രമത്തിലും യാതൊരു നീക്കുപോക്കുകളും നിയന്ത്രണവുമില്ലാതെ പഴയതുപോലെ ജീവിക്കുവാൻ കഴിയുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. ഓർക്കുക, 1/3 അതൊരു ചെറിയ സംഖ്യയല്ല. എന്നിട്ടും ക്യാൻസർ രോഗികൾക്കുമേൽ സമൂഹം ചാർത്തിക്കൊടുത്ത ഈ ഭീകരമായ അകൽച്ച ആരുടെ സംഭാവനയാണ്? ഹൃദ്രോഗി സമൂഹത്തിൽ ഉന്നതനായി എന്നാൽ രോഗിയായി തന്നെ തുടരുമ്പോൾ ക്യാൻസറിനോട് പടപൊരുതി ജീവിതത്തിൽ വലിയ വിജയം നേടിയിട്ടുള്ള എത്രയോ പേരെ എനിക്കറിയാം എന്നാണ് ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഇതിന്റെ തുടക്കത്തിൽ കുറിച്ചു വെക്കുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതില് ഈ അനുഭവങ്ങളിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മനോബലം, ആത്മധൈര്യവും അതേപോലെ തന്നെ ശുഭാപ്തി വിശ്വാസവുമുള്ള എത്രയോ രോഗികൾ ഈ മാറാരോഗത്തെ തോൽപ്പിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തേത്, പുറമെ കരുത്തനാണെങ്കിലും മാനസികമായ തകർച്ച കൊണ്ടോ പരിചരിക്കേണ്ട ആളുകളുടെ അവഗണന കൊണ്ടോ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിന്റെ ദ്രംഷ്ടങ്ങളിൽ ഞെരിഞ്ഞമർന്ന ഒരുപാട് പാവങ്ങളുടെ കഥയും പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മനക്കരുത്ത് തന്നെയാണ്. മനക്കരുത്തോടെ ചികിത്സക്ക് വിധേയനായാൽ 1/3 കൃത്യമായും സുഖപ്പെടും, പൂർണ്ണമായും സുഖപ്പെടും. മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ഇടയ്ക്ക് ചികിത്സ വേണ്ടി വന്നേക്കാം. ഇതിൽ ആദ്യത്തില് ഒരനുഭവം ഡോക്ടർ വിശദീകരിക്കുന്നുണ്ട്. അത് ക്യാൻസറിനോട് പടപൊരുതി ജീവിതത്തിൽ വിജയം വരിച്ച എത്രയോ പേരെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്ന ഒരു സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന നൌഷാദിനെ കുറിച്ചാണ്. അത് ഡോക്ടറുടെ തുറന്ന മനസ്സിൽ നിന്ന് അനിയനെന്ന് പറയുന്ന കഥാകാരന്റെ വശ്യമായ ഭാഷയിലൂടെ തന്നെ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോഴാണ് അതിന്റെ തീവ്രത നമുക്ക് ബോധ്യപ്പെടുക. എന്റെ മുന്നിൽ വിളറിയ മുഖത്തോടെ നൌഷാദിയിരുന്നു. RCCയിൽ ഒരിക്കൽ കൂടി രക്തം പരിശോധിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. നഴ്സ് എന്റെ മുമ്പിലേക്ക് നീക്കിവെച്ച ഫയലിൽ നൌഷാദിന്റെ രക്തപരിശോധനയുടെ ഫലമുണ്ടായിരുന്നു. നൌഷാദിന്റെ കണ്ണുകൾ ആ ഫയലിൽ തറഞ്ഞു നിൽക്കുന്നു. വിളറിയ കണ്ണുകളിൽ നേരിയ നനവ്. നൌഷാദിനോട് ഒന്നും ഒളിക്കേണ്ട കാര്യമില്ല. വൈദ്യശാസ്ത്രം പഠിക്കുന്ന ഒരു യുവാവ്. ആദ്യ പരിശോധനയുടെ ഫലം മെഡിക്കൽ കോളേജിൽ വെച്ച് നൌഷാദ് നേരിട്ട് അറിഞ്ഞിരുന്നതാണ്. രക്തത്തിൽ അനുനിമിഷം പെരുകിക്കൊണ്ടിരിക്കുന്ന
രക്താണുക്കളുടെ ഭ്രാന്ത് മാറ്റാനുള്ള ദിവ്യശക്തിയൊന്നും RCC ലാബിനില്ല എന്ന് നൌഷാദിനറിയാം. എങ്കിലും ഒരിക്കൽ കൂടി ഫലം ഉറപ്പാക്കാം എന്നല്ലാതെ ഈ ടെസ്റ്റ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഫയൽ തുറക്കാതെ അതിനുമേൽ പേപ്പർ വെയിറ്റ് എടുത്തു വെച്ച് ഞാൻ നൌഷാദിനെ നോക്കി പതുക്കെ ചിരിച്ചു. പഠിത്തമൊക്കെ എങ്ങനെ നടക്കുന്നു നൌഷാദ്? നൌഷാദ് ഒന്നും മിണ്ടിയില്ല. ഭാവഭേദമില്ലാതെ എന്നെ നോക്കി പഠിത്തത്തെക്കുറിച്ചും ഭാവിയിലെ ഡോക്ടർ എന്ന സങ്കല്പത്തെക്കുറിച്ചും നൌഷാദ് മറന്നതുപോലെ നെഞ്ചിലേറ്റിത്താലോലിച്ച സ്വപ്നങ്ങളെ മൂപ്പെത്തും മുമ്പേ പീതറിഞ്ഞ നിസ്സംഗതയോടെയാണ് ആ ചെറുപ്പക്കാരനിരിക്കുന്നത്. ഈ വർഷത്തെ പരീക്ഷയ്ക്ക് സമയമായില്ലേ? ഉവ്. പക്ഷേ എനിക്ക് എഴുതാൻ പറ്റില്ലല്ലോ ഡോക്ടർ. പറഞ്ഞു തീരുന്നത് നൌഷാദ് പൊട്ടിക്കരഞ്ഞു. നൌഷാദിന്റെ കൈകളിൽ ഞാൻ അമർത്തിപ്പിടിച്ചു. ആര് പറഞ്ഞു എഴുതാൻ പറ്റില്ലെന്ന്? ഞാൻ ഉറപ്പു പറയുന്നു, ഇനിയുള്ള പരീക്ഷകൾ നമ്മൾ ഒരുമിച്ച് എഴുതും. ഇവർ ഡോക്ടർ നൌഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പൂർണ്ണമായ ആത്മവിശ്വാസം കൈമാറുകയാണ്. നൌഷാദിന്റെ തേങ്ങൽ പതുക്കെ നേർത്തു വന്നു. എന്റെ കൈപ്പുറടിയിലേക്കുള്ള ഒരു തുള്ളി കണ്ണുനീർ എന്റെ നെഞ്ചും പൊള്ളിക്കുന്നുണ്ടായിരുന്നു. നൌഷാദിന് ലുക്കീമിയ ആയിരുന്നു. കീമോതെറാപ്പിയുടെ റെജീം തീരുന്നതിന് മുമ്പ് നൌഷാദിന്റെ പരീക്ഷയുടെ ടൈം ടേബിളും എന്റെ മനസ്സിലുണ്ടായിരുന്നു. തലതിരിഞ്ഞുപോയ കോശങ്ങളെ എന്റെ മരുന്നുകളാൽ വേഗത്തിൽ അടക്കി നിർത്തിയത് നൌഷാദിന്റെ ഇച്ഛാശക്തിയായിരുന്നു. നൌഷാദിന് ഒരു പരീക്ഷ പോലും നഷ്ടപ്പെട്ടില്ല. വെളുത്ത രക്താണുക്കൾ സ്വബോധം വന്നതുപോലെ പെരുമാറാൻ തുടങ്ങി. നൌഷാദിന്റെ അസുഖം പൂർണ്ണമായി ഭേദപ്പെട്ടിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. നൌഷാദ് MBBS പാസ്സായി. ജൂനിയറായി പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. വടക്കൻ കേരളത്തിൽ ഒരു ഉൾപ്രദേശത്ത് ഒരു ചെറിയ വാടക വീട്ടിൽ നൌഷാദ് വലിയ ജീവിതം തുടങ്ങിയിരിക്കുന്നു. ക്യാൻസറിന് ചികിത്സിക്കുന്ന ഓങ്കോളജി വിഭാഗത്തിലെത്താൻ ജോലി ചെയ്യുന്നു. നൌഷാദിന്റെ ഭാര്യ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നൌഷാദിന്റെ വീട്ടിൽ പോയി കുറെ നേരം സംസാരിച്ചിരുന്നു. ഒരുമിച്ച് ഊണ് കഴിച്ചു. ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ എന്റെ നെഞ്ചിലെ ആ പഴയ പൊള്ളൽ മഞ്ഞുകട്ട പോലെ തണുക്കാൻ തുടങ്ങിയിരുന്നു. ഇത് ലുക്കീമിയ ബാധിച്ച് പാടെ നിരാശനായിരുന്ന ഒരു MBBS വിദ്യാർത്ഥി ഡോക്ടർ പകർന്നുകൊടുത്ത ആത്മവിശ്വാസത്തിൽ നിന്ന് ജീവിതത്തിന്റെ വിശാലമായ വീതിയിലേക്ക് വിജയത്തോടെ കടന്നുവരുന്ന ഒരനുഭവമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. നമ്മുടെ സമൂഹത്തിലെ ആശയറ്റുപോയ രോഗികളെ നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും കേൾപ്പിക്കുകയും കഴിയുമെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് വായിക്കാൻ കൊടുക്കുകയും ചെയ്യേണ്ട പുസ്തകമാണിത്. ഇതിലെ ഒന്നാമത്തെ അധ്യായം അച്ഛനും മകളും എന്ന് പറയുന്ന ഒരധ്യായമാണ്. അച്ഛനും മകളും എന്ന് പറയുന്ന അധ്യായത്തിൽ വളരെ പ്രയാസകരമായ ഒരനുഭവത്തിലൂടെ കടന്നുപോകുന്ന ഒരച്ഛനും തന്റെ രോഗിയായ മകളും ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ വളരെ സ്പർശിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു ഭാഗം മാത്രം വായിക്കാം. പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രാണവായുവും മതിയാകാത്തതുപോലെയാണ് ആ പെൺകുട്ടി ശ്വാസം നീട്ടി വലിച്ചത്. കണ്ടു നിൽക്കാൻ പ്രയാസമുണ്ടായിരുന്നു. കൂടെ വന്നവരൊക്കെ പുറത്തിറങ്ങി നിന്നു. ആർക്കും കാണാൻ വയ്യ. തീരാത്ത വാത്സല്യത്തോടെ മാറോട് ചേർത്ത് പിടിച്ച് വളർത്തിയ മകളെ വീണ്ടും ഒരിക്കൽ കൂടി നോക്കാനാവാതെ ആ അച്ഛൻ പതുക്കെ പുറത്തേക്കിറങ്ങി. മുടിയും താടിയും വളർന്ന ദിവസങ്ങളുടെ ഉറക്കച്ചടവുള്ള ആ മുഖം മറ്റേതോ യുഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് എനിക്ക് തോന്നി. നീരുപറ്റിയ കണ്ണുകൾ എന്നെ നിസ്സഹായതയോടെ നോക്കുന്നു. ഒന്നും മിണ്ടാതെ വിതുമ്പുന്ന ചുണ്ടുകൾ കഷ്ടപ്പെട്ട് ഒതുക്കിപ്പിടിക്കുന്നു. ഇത് ഒരു രോഗിയുമായി വരുന്ന ഒരു വൃദ്ധന്റെ ചിത്രമാണ്. ഇത് കഥയല്ല സഹോദരന്മാരെ, ജീവിതമാണ്. ഇങ്ങനെ പ്രായം ചെന്ന് എത്ര മനുഷ്യരാണ്
അവരുടെ മക്കളുടെ, ഭാര്യമാരുടെ, സഹോദരങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ക്യാൻസർ വാർഡിന്റെ പടി കയറി വരുന്നത്? പരസ്പരം നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായിരിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്ന മാറാരോഗത്തിന്റെ അതിന്റെ വ്യാപ്തി വളരെ വ്യാപിച്ചിട്ടുണ്ട്. തുറന്നു പറയുകയാണ്, അച്ഛനും കട്ടിലിൽ കിടക്കുന്ന പെൺകുട്ടിക്ക് 15 വയസ്സ് പ്രായം. അവളുടെ കണ്ണുകളിൽ തളം കെട്ടി നിൽക്കുന്ന രക്തം എന്നെ പേടിപ്പിച്ചു. ശരീരമാസകലം ചുവന്ന പുള്ളിക്കുത്തുകൾ, രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ, നിശബ്ദമായ ഒരു സാന്നിധ്യത്തെ എന്നെ ഓർമ്മിപ്പിച്ചു. തടങ്കൽ ഭേദിക്കാനാവാതെ വികൃതമായ ചിരിയോടെ എന്നെ നോക്കുന്ന രക്തത്തുള്ളികൾ. ആരും ക്ഷണിക്കാതെ ഒടുവിലെത്തുന്ന വിരുന്നുകാരനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കുട്ടി മരണത്തിന്റെ വക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കുട്ടിയെ പരിശോധിക്കുമ്പോൾ അവളുടെ അമ്മ മാത്രമേ ഒപ്പം നിന്നുള്ളൂ. ഉള്ളിലെ നോവ് പുറത്തു കാണിക്കാതെ കരയാത്ത മുഖത്തോട് അവർ നിൽക്കുന്നു. ഞാൻ ചോദിക്കാതെ തന്നെ അവർ കാര്യങ്ങൾ പറഞ്ഞു. ഇടയ്ക്കൊക്കെ വിളർച്ച പോലെ തോന്നിയിരുന്നു, പിന്നെ വിട്ടുമാറാത്ത പനി. അപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത്. പിന്നെ തീരെ വയ്യാണ്ടായി. ആ പെൺകുട്ടിയുടെ മുഖം കടലാസ് പോലെ വിളറിയിരിക്കുന്നു. അവിടെവിടെയുള്ള ചോരപ്പൊട്ടുകൾ ആരോ കുടഞ്ഞെറിഞ്ഞ മഷിത്തുള്ളികൾ പോലെ തോന്നിച്ചു. അവളുടെ മൂക്കിൽ നിന്ന് പഴുതാര പോലെ ചോരയുടെ ഒരു നൂല് ഇഴഞ്ഞിറങ്ങി വരുന്നു. ഒരു പഞ്ഞിക്കഷ്ണമെടുത്ത് ഞാൻ ചോരയൊപ്പി. വേഗത്തിൽ വഷളാകുന്ന രോഗമായിരുന്നു അവൾക്ക്, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ. ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട ക്യാൻസറുകളെ കുറിച്ച് ഡോക്ടറുകൾ പറയുന്നുണ്ട്. ഇത് വളരെ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മാരകമാണ്. അക്യൂട്ട്, വെരി സീരിയസ്. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ. അനുദിനം രോഗം പെരുകിക്കൊണ്ടിരിക്കും എന്നാ പറയുന്നത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, എത്ര പണം ഉണ്ടായാലും, എത്ര സൗകര്യങ്ങളുണ്ടായാലും, ചികിത്സാ സംവിധാനങ്ങളുണ്ടായാലും ഇത്തരം കടുത്ത പരീക്ഷണങ്ങളിൽ അകപ്പെട്ടുപോയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക പ്രയാസമായിരിക്കും. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പരിഹാരം. നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിന്നു. ഇടയ്ക്കെപ്പോഴോ ശ്വാസത്തിനു വേണ്ടി ആ പെൺകുട്ടി വായു തുറന്നു. അപ്പോൾ മോണയിൽ നിന്ന് വലിച്ചിറങ്ങുന്ന അനേകം ചോരച്ചാലുകൾ ഞാൻ കണ്ടു. ചികിത്സ തുടങ്ങാൻ ഒരു നിമിഷം പോലും വൈകിക്കൂടാ. ഞാൻ അവളുടെ അച്ഛനെ വിളിച്ചു. പതുക്കെ, വളരെ പതുക്കെ എന്റെ മുന്നിലേക്ക് അരിച്ചെത്തുന്ന ആ രൂപം നോക്കി. അപ്പോൾ പറയാൻ വന്നത് ഞാൻ മറന്നു. കട്ടിലിൽ കിടക്കുന്ന പെൺകുട്ടിയെക്കാളും എന്നെ വേദനിപ്പിച്ചത് ആ മനുഷ്യന്റെ രൂപമായിരുന്നു. ദുഃഖം പോലെ വളർന്നു കിടക്കുന്ന അയാളുടെ താടിയിലും മുടിയിലും വല്ലാത്ത ശോഭയോടെ ജ്വലിക്കുന്ന വെള്ളിക്കെട്ടുകൾ. മകളുടെ അസുഖത്തെക്കുറിച്ച് ഞാൻ വേഗത്തിൽ അയാളോട് പറഞ്ഞു. കേട്ടുനിന്ന അമ്മ ഇടയ്ക്കിടെ എന്തോ സംശയം ചോദിച്ചെങ്കിലും അയാൾ ഒരക്ഷരം പോലും മിണ്ടാതെ എല്ലാം കേട്ടു. ഞാൻ മോളെ അഡ്മിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നാളെ തന്നെ ചികിത്സ തുടങ്ങണം. പേടിക്കാണ്ടിരിക്കൂ, ഡോക്ടർ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാം. അപ്പോഴെങ്കിലും അയാൾ എന്തെങ്കിലും പറയുമെന്ന് ഞാൻ കരുതി. കട്ടിലിന്റെ വക്കത്ത് അമർത്തിപ്പിടിച്ച അയാളുടെ കൈകൾ നിയന്ത്രണമില്ലാതെ വിറക്കുന്നു. തോരാത്ത കണ്ണീരിൽ ഒഴുകിയിറങ്ങാൻ മാത്രമുള്ള അയാളുടെ ചുണ്ടുകൾ അതിനു മാത്രമുള്ളതാണ് എനിക്ക് തോന്നി. പിറ്റേന്ന് ചികിത്സ തുടങ്ങി. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ഇടയ്ക്കെപ്പോഴോ ഞാൻ സ്വയം ചോദിച്ചെങ്കിലും ആരും എന്നോട് ഉത്തരം പറഞ്ഞില്ല. ചികിത്സയുടെ ആദ്യ ആഴ്ച എനിക്ക് എന്തെന്നില്ലാത്ത ഉത്സാഹം തോന്നി. മരുന്നുകൾ വേണ്ടവിധം ഏൽക്കുന്നു. തീർത്തും അകലെയല്ലാതെ മുനിഞ്ഞു കത്തുന്ന ഒരു തിരുനാളം ഞാൻ കണ്ടു. ആ ദിവസങ്ങളിലൊക്കെ അവളുടെ അമ്മ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ചികിത്സയുടെ ആദ്യത്തെ പുരോഗതി കണ്ടപ്പോൾ ഞാൻ അവളുടെ അമ്മയോട് പറഞ്ഞു, നല്ല ലക്ഷണമാണ്, കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവർ ഒരു പ്രാർത്ഥന പോലെ കണ്ണുകൾ മേലോട്ടയച്ചു. നെഞ്ചിന് നടുക്ക് ദൈവത്തിന്റെ കാൽക്കൽ എന്നെ തൊട്ട പോലെ തൊട്ടു. ഇടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. നോക്കി നിൽക്കെ എന്റെ കൺമുനയിലെ ഒറ്റത്തിരി വെളിച്ചം പെട്ടെന്ന് കെട്ടുപോയി. പടുകുരിയിലെ പുക പോലെ അവളുടെ പ്രാണൻ എന്റെ മുന്നിൽ ഉലഞ്ഞു നിന്നു.
അവൾക്ക് ഫിറ്റ്സ് വന്നു. ആ പെൺകുട്ടിക്ക് ഫിറ്റ്സ് വരും. എന്തെങ്കിലും ചെയ്യാനാകും മുമ്പേ അവൾ കോമയിലേക്ക് വഴുതിപ്പോയി. ജീവനുള്ള ഒരു മൃതശരീരം പോലെ അവൾ എന്റെ മുന്നിൽ കിടന്നു. എന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുകയായിരുന്നു. മകളുടെ ദേഹത്ത് നിന്ന് കണ്ണെടുക്കാതെ അവളുടെ അമ്മ ഒപ്പമിരുന്നു. 3-4 ദിവസം കഴിഞ്ഞിട്ടും ഒരു മാറ്റവുമില്ല. എനിക്ക് തീർത്തും ആശയില്ലാതായി. പക്ഷേ തോറ്റുകൊടുക്കുവാൻ വയ്യെന്ന വാശിയോടെ ഞാൻ നിരന്തരം സ്വയം മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരുന്നു. സന്ധ്യ കഴിഞ്ഞു കാണും. ഞാൻ ഒരിക്കൽ കൂടി ആ പെൺകുട്ടിയെ ചെന്ന് കണ്ടു. ഇപ്പോഴും ബോധമില്ല. നെഞ്ചിലെ ശ്വാസം മാത്രം. തെറ്റിയ താളം പോലെ അത് ചലിക്കുന്നുണ്ട്. തീർത്തും പ്രതീക്ഷയില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ എണീറ്റു. അവളുടെ അച്ഛനെ ഞാൻ വീണ്ടും കാണുന്നത് അപ്പോഴാണ്. ഒടുങ്ങാത്ത വ്യത പോലെ അയാൾ എന്റെ മുമ്പിലിരുന്നു. അയാളുടെ തൊണ്ടയിലെ കുറുകൽ എനിക്ക് നേരിയ തോതിൽ കേൾക്കാം. എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. വാക്കുകൾ കൂട്ടിയിളക്കാൻ വല്ലാതെ ബന്ധപ്പെടുന്നു. കണ്ണുകൾ പതുക്കെ നിറയുന്നു. അയാൾ പതുക്കെ എന്റെ വലതുകൈയിൽ പിടിച്ചു. വല്ലാത്ത തണുപ്പായിരുന്നു അയാളുടെ കൈകൾക്ക്. ഒരു മഞ്ഞുകട്ടയുടെ ശൈത്യം. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്തു പറയാനാണ് ഞാൻ ഈ മനുഷ്യനെ സമാധാനിപ്പിക്കുക? എന്തു പറഞ്ഞാണ് ഞാൻ ഈ മനുഷ്യനെ സമാധാനിപ്പിക്കുക? അയാളുടെ വിരലുകൾ എന്റെ കയ്യിൽ അരിച്ചു നടന്നു. പൊള്ളുന്ന തണുപ്പ് എന്താണ് എന്ന് ഞാൻ ആദ്യമായി അറിഞ്ഞു. കുറുകുന്ന ഒരു തേങ്ങൽ പോലെ അയാൾ പതുക്കെ ചോദിച്ചു, എന്റെ മോൾ ഇനി കണ്ണു തുറക്കുമോ ഡോക്ടർ? വിഷമിക്കാതിരിക്കൂ. വേണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അയാൾക്ക് പൊട്ടിക്കരയുവാനുള്ള ശക്തിയില്ലായിരുന്നു. സാധിക്കുമായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അയാൾ ചെയ്തേനെ എന്ന് എനിക്ക് തോന്നി. അയാൾ തല താഴ്ത്തിയിരുന്നു. എന്റെ മോൾക്ക് ഒന്നും പറ്റരുത് ഡോക്ടർ, ഒന്നും പറ്റരുത്. അവളില്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ഇത് ഒരനുഭവമാണ്. ഇങ്ങനെ പിന്നെ വേദന അനുഭവിക്കുന്ന പാവങ്ങളായ 100 കുടുംബങ്ങൾ നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെയൊക്കെ സേവനത്തിന്റെ മഹാത്മ്യവും അതിന്റെ വലിപ്പവും മനസ്സിലാക്കുന്ന അപ്പോഴും സഹോദരന്മാരെ, മരുന്ന് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്രവാചകനും വന്നിട്ടില്ല എന്ന് വരെ പ്രസംഗിക്കുന്ന ആളുകളുടെ കാലമാണ്. ജീവിതത്തിന്റെ പ്രയാസങ്ങളെ പച്ചയായി അഭിമുഖീകരിക്കുന്ന ഇത്തരം 100 കുടുംബങ്ങൾ ആശുപത്രി വരാന്തെങ്കിലും നിരന്തരമായി കഴിച്ചു കൂട്ടണം. നമ്മുടെ ഒരു അനുഭവം വായിക്കുന്നത് അത് നേർക്കുന്നവരെ മനസ്സിലാക്കാനാണ്. അല്പം കൂടി ആ ഭാഗത്തുനിന്ന് വായിച്ചാൽ അവസാനിപ്പിക്കുന്ന ആ ഭാഗം. അയാൾക്ക് പൊട്ടിക്കരയുവാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. കബലിലൂടെ ഒഴുകുന്ന കണ്ണുനീർ താടിയുടെ വനപ്രദേശത്ത് ഒടുങ്ങുന്നു. വലിയൊരു നദിയായി വീണ്ടും കണ്ണുകളിലേക്ക് തന്നെ തിരിച്ചെത്താനെന്ന പോലെ എന്റെ കയ്യിൽ ഒരിക്കൽ കൂടി അമർത്തിപ്പിടിച്ച് അയാൾ എണീറ്റു. കുറച്ചുനേരം എന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. രോഗിയായ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും എന്റെ തൊണ്ടയിൽ നിന്നും മൗനം മാത്രമേ ബാക്കിയായുള്ളൂ. പിന്നീട് ഒന്നും പറയാൻ നിൽക്കാതെ അയാൾ മെല്ലെ നടന്നുപോയി. ഇടയ്ക്കിടെ ഇടനാഴിയുടെ ചുമരിൽ കൈയമർത്തിക്കൊണ്ട് രോഗികൾ ഉപേക്ഷിച്ചുപോയ ഇടനാഴിയിലും അവിടത്തെ മേലും വെളിച്ചവും ഇഴപിണഞ്ഞു കിടക്കുന്ന വീതിയിലൂടെ ആ മനുഷ്യൻ നീങ്ങി. അയാൾ അകന്നു പോകുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് ഉണരാൻ അല്പം വൈകി. ഞാൻ ഉറങ്ങുമ്പോഴേക്കും എന്റെ ഉള്ളിൽ ഡോക്ടറാണെന്ന ചിന്ത ഉണർന്നു കഴിഞ്ഞിരുന്നു. രാവിലെ പത്രത്തിലെ വാർത്തകളുമായി അല്പനേരം വിശേഷം പറഞ്ഞിരുന്നു. ആദ്യത്തെ 2 പേജുകൾ വേഗത്തിൽ മറിച്ചു. 3-ാമത്തെ പേജിൽ ആദ്യം നോട്ടമെത്തിയ ചിത്രം കണ്ടപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. മറ്റേതോ യുഗത്തിലെ മനുഷ്യന്റെ രൂപമല്ല. തേജസ്സാർന്ന ഒരു യോഗിയുടെ മുഖത്തോടെ ഒരാൾ എന്നെ നോക്കി ചിരിക്കുന്നു. ചിരിക്കാൻ കാലം ആജ്ഞാപിക്കുന്നതിന് മുമ്പ് എടുത്ത ചിത്രം. ചിരി മറക്കാൻ കാലം ആജ്ഞാപിക്കുന്നതിന് മുമ്പ് എടുത്ത ചിത്രം. ഞാൻ തിടുക്കത്തിൽ വായിച്ചു, അതെ, അതയാൾ തന്നെയാണ്. ഇന്നലെ രാത്രി ഉറക്കത്തിലായിരുന്നു മരണം. ഭാര്യയുടെയും മക്കളുടെയും പേർ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് എന്റെ മുറിയിൽ നിന്ന് ആ മനുഷ്യൻ നടന്നുപോയത് മരണത്തിലേക്കായിരുന്നു എന്നോർത്തപ്പോൾ
ഞാൻ വല്ലാത്ത നടുക്കത്തോടെയിരുന്നു. ഇത് സ്വന്തം മകളുടെ രോഗാവസ്ഥ താങ്ങാൻ കഴിയാതെ ഹൃദയം പൊട്ടി മരിക്കുന്ന ഒരച്ഛന്റെ ചിത്രമാണ് ഈ ഒന്നാമത്തെ അധ്യായമായ അച്ഛനും മകളും എന്ന് പറയുന്ന ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഡോക്ടർ പറയുന്നത്. അത് ഒരു അനുഭവം മാത്രമാണ് സഹോദരന്മാരെ. ഇതിന് പിന്നെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുടെ ഒരു സമാഹാരം തന്നെ കാണുവാൻ കഴിയും. ഇതിന്റെ 24-ാമത്തെ പേജിൽ വെങ്കിടരാജു എന്ന് പറയുന്ന വിജയവാഡക്കാരനായ ഒരു രോഗിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വെങ്കിടരാജു എന്ന് പറഞ്ഞാല് ക്യാൻസർ വാർഡില് എല്ലാവർക്കും ഇങ്ങനെ സേവനങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു രോഗിയാണ്. വല്ലാത്ത ക്ഷീണം വരുമ്പോൾ മാത്രമേ അദ്ദേഹം അവിടെ ബെഡിൽ കിടക്കുള്ളൂ. മാത്രമല്ല ഈ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിനൊക്കെ പ്രത്യേകമായ രീതികളും അതേപോലെ തന്നെ നിബന്ധനകളുമൊക്കെയുണ്ട്. അത് ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്. രോഗികളുടെ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടായിരുന്നു. അടയാറിലെ ആശുപത്രിയിൽ ശക്തിയേറിയ കീമോതെറാപ്പി കഴിഞ്ഞ് ബ്ലഡ് കൗണ്ട് കുറഞ്ഞിരിക്കുന്നവരാണ് അധിക പേരും. ഒരു നേരിയ അണുബാധ മതി ഇതുവരെ യത്നിച്ചുവോ എന്നതൊക്കെ വെറുതെയാക്കാൻ. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കീമോതെറാപ്പി കഴിഞ്ഞ് ക്യാൻസറിന്റെ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രോഗികൾക്ക് റെസിസ്റ്റൻസ് പവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ആ രോഗിയുടെ അടുത്തേക്ക് ഒരു ജലദോഷമുള്ള ആൾ പോലും ചെന്നാൽ ആ രോഗം അയാൾക്ക് കിട്ടും. അതുകൊണ്ടാണ് കീമോതെറാപ്പി കഴിഞ്ഞ് വന്ന ആളുകളെ സന്ദർശകർ ഒഴിവാക്കുന്നത്. ഇവിടെ അടയാറിൽ അധികവും കീമോതെറാപ്പി കഴിയുന്ന രോഗികളായതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണം പോലും വളരെ കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടിയാണ് കൊടുത്തിരുന്നത്. മാത്രമല്ല ഓരോ ആഹാരവും ഡോക്ടർമാർ രുചിച്ചു നോക്കും. ഒന്നിലും ഒരു കുറവുമില്ല. ഡ്യൂട്ടി ഡോക്ടർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഭക്ഷണം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കടത്താൻ പാടുള്ളൂ. അങ്ങനെ ഈ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വെങ്കിടരാജുവിന്റെ ജീവിതത്തിലൊരു അനുഭവം ഡോക്ടർ പറയുന്നുണ്ട്. അത് ഡോക്ടർ അടയാറിലെത്തിയപ്പോ 7 ഡോക്ടർമാര് ഒരുമിച്ച് താമസിച്ചിരുന്നത് ഒരു കൊച്ചു വീട്ടിലാണ്. അപ്പൊ അവര് വൈകുന്നേരം എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോഴാണ് പിന്നെ അവർ പുറത്തേക്ക് നടക്കാൻ വേണ്ടി ഇറങ്ങാം. അങ്ങനെ ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ അവര് ഒരു വൈകുന്നേര സവാരിയാണ്. നേരം ഏതാണ്ട് സന്ധ്യയായിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് ചുറ്റും നടന്ന് കാണാം. അന്ന് ഞങ്ങൾ നടന്ന് അടുത്തുള്ള ഗാന്ധി പാർക്കിലെത്തി. അവിടെ അദ്ദേഹം ഈ പിന്നെ ക്യാൻസർ രോഗിയായ ഭക്ഷണശീലങ്ങളൊക്കെ പാലിക്കേണ്ട വെങ്കിടരാജുവിനെ കാണണം. ഈ വെങ്കിടരാജുവിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ കാണാൻ ഹോസ്പിറ്റലിൽ കൃത്യമായി വരും. അവർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര ആവേശമാണ് പുറത്തേക്കൊക്കെ നടക്കാനിറങ്ങാൻ. അപ്പൊ ഡോക്ടറുടെ പെർമിഷനോട് കൂടി തന്നെ പുറത്തൊക്കെ ഒന്ന് നടന്നു വരികയും ചെയ്യും. ഇവർ ഡോക്ടറെ കാണുന്ന കാഴ്ച ഒരു കടലിരമ്പം എന്ന അധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗം ഞാനൊന്ന് വായിക്കാം. ഞങ്ങൾ നടന്ന് അടുത്ത ഗാന്ധി പാർക്കിനടുത്തെത്തി. കുറച്ചുനേരം അവിടെ ഇരുന്നു. ഗാന്ധി മണ്ഡപത്തിനടുത്ത് കുറെ ആളുകൾ കാറ്റുകൊള്ളാനിരിക്കുന്നു. സ്വല്പനേരം നിന്ന് വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോൾ ഗാന്ധി മണ്ഡപത്തിന് കീഴെ വെറുതെ നിലത്തിരുന്ന് എന്നെ പെരുങ്ങലോടെ നോക്കുന്ന വെങ്കിടരാജുവിനെ കണ്ടു. അദ്ദേഹത്തിന്റെ പേഷ്യന്റാണ്. ഞാൻ അമ്പരന്നു. ഒരു കാരണവശാലും ആശുപത്രി മുറ്റം വിട്ട് പുറത്തു പോകുവാൻ അനുവാദമില്ലാത്ത രോഗി. നടക്കുകയാണെങ്കിൽ തന്നെ ആശുപത്രിയുടെ കോമ്പൗണ്ട് വാളിനകത്തെ നടക്കാൻ പാടുള്ളൂ. ഇദ്ദേഹം അതൊക്കെ ഭേദിച്ച് പുറത്തു കടന്നിരിക്കുന്നു. ചെറിയൊരു മറവ് കാരണം എനിക്ക് വെങ്കിടരാജുവിനെ ശരിക്കും കാണാൻ കഴിയുന്നില്ല. ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നു. വെങ്കിടരാജു ഭാര്യയോടും മക്കളോടും ഒപ്പമിരുന്നു. ഒരേ ഇലയിൽ നിന്ന് ചോറ് വാരി ഉണ്ണുകയാണ്. എന്നെ പൊടുന്നനെ കണ്ടപ്പോൾ ഉരുട്ടിയ ചോറുള്ള കയ്യിൽ തന്നെ വെച്ച് വെങ്കിടരാജുവിന്റെ ഭാര്യയും മക്കളും അനങ്ങാതെയിരുന്നു. നിരന്തരമായ ശ്രദ്ധയോടെ ഭക്ഷണം പാചകം ചെയ്തു കൊടുത്ത് ആശുപത്രി പോറ്റുന്ന ഒരു രോഗിയാണ് പൊടിപാറുന്ന ഈ വഴിവക്കിൽ നിന്ന് ഊണ് കഴിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് പേടിയാണ് തോന്നിയത്.
ഇവിടെ വളരെ സ്പർശിയായൊരു രംഗം ഡോക്ടർ വിശദീകരിക്കുന്നുണ്ട്. വെങ്കിടരാജു പതുക്കെ എണീറ്റു. അയാൾ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്റെ ഭാവം എന്താണെന്ന് പരതുന്നു. നിറഞ്ഞ കണ്ണുകളോടെ വറ്റുകൾ അടക്കിപ്പിടിച്ചു നിൽക്കുന്ന കൈകൾ കൂപ്പി അയാൾ എന്നെ തൊഴുതു. പിന്നീട് പൊട്ടിക്കരഞ്ഞു. ഡോക്ടർ, ദയവായി ഇത് ആശുപത്രിയിൽ അറിയിക്കരുത്. അവിടെ അറിഞ്ഞാൽ ആ നിമിഷം അവരെന്നെ പുറത്താക്കും. എന്റെ മക്കളെ ഓർത്തെങ്കിലും ഡോക്ടർ ഇത് ആരോടും പറയരുത്. ഞാൻ അപ്പോഴും ഒന്നും മനസ്സിലാകാതെ നിന്നു. വെങ്കിടരാജുവിന്റെ ഭാര്യയുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണീർ ഇലത്തുമ്പിലേക്ക് ഉറ്റി വീണു. വലിയൊരു അപകടം നടന്നതുപോലെ ആ കുട്ടികൾ പെട്ടെന്ന് കരയാൻ തുടങ്ങി. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. വെങ്കിടരാജു തൊഴുതു വിറച്ചു നിൽക്കുന്നു. ഒരു നേരമെങ്കിലും എന്റെ മക്കളോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കാനുള്ള കൊതി കൊണ്ടാണ് ഡോക്ടർ. മിക്കവാറും ദിവസം ഞങ്ങൾ ഇവിടെ വന്നിരിക്കും. എന്താണോ ഉള്ളതെങ്കിൽ എല്ലാവരും കൂടി കഴിക്കും. എന്റെ മക്കളും ഭാര്യയും പകൽ മുഴുവൻ ഇവിടെയൊക്കെ നടന്ന് ഭിക്ഷയെടുത്തിട്ടാണ് ഡോക്ടർ ഞങ്ങൾ കഴിക്കുന്നത്. എന്തെങ്കിലും ചെലവിന് വണ്ടിക്കൂലിയുമൊക്കെ കാശ് അങ്ങനെ കിട്ടിയിട്ട് വേണം. എനിക്ക് രോഗം വന്നതിന് ശേഷം ജീവിക്കാൻ വേറെ മാർഗവുമില്ല. ഇരന്നിട്ട് കിട്ടിയതാണെങ്കിലും ഇവരോടൊപ്പം ഇരുന്ന് ഉണ്ണുമ്പോൾ എനിക്ക് പഞ്ചാമൃതമാണ് സാർ. ഈ നേരത്തിനു വേണ്ടിയാണ് ഞാനിപ്പോ ജീവിക്കുന്നത്. രാത്രി ചെന്ന് കിടന്ന ഉറക്കം വരില്ല. ഇവരിരിക്കെ വഴിവക്കിലെവിടെയെങ്കിലും കിടക്കുമ്പോൾ എനിക്കെങ്ങനെയാ ഡോക്ടർ ഉറങ്ങാൻ പറ്റുക? വെങ്കിടരാജു നിർത്താതെ കരഞ്ഞു. ഇനി എത്ര കാലം എന്റെ മക്കളോടൊപ്പം ഇരുന്ന് ഉണ്ണുവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. അയാളുടെ വിറക്കുന്ന ചുമലിൽ ഞാൻ മെല്ലെ തൊട്ടു. വെങ്കിടരാജുവിന്റെ ഭാര്യയുടെ മുഖം അവർ ഉയർത്താതെ ചോറിൽ തന്നെ വിരലുകൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നനഞ്ഞുകൊണ്ടിരിക്കുന്ന ഇലത്തുമ്പിലേക്ക് ഞാൻ വേദനയോടെ നോക്കി. വെങ്കിടരാജുവിന്റെ മക്കൾ വിങ്ങി വിങ്ങിക്കരയുന്നു. ഇത് തന്റെ രോഗം മാരകമായ രോഗമാണ് എന്നറിഞ്ഞിട്ടും ആശുപത്രിയുടെ ചട്ടക്കൂടുകൾ ഭേദിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയോടും മക്കളോടൊപ്പമിരുന്നുകൊണ്ട് ഒരു നേരം ആഹരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവിന്റെ വേദനയാണ് സഹോദരന്മാരെ. നിറഞ്ഞ വിഭവങ്ങളുമായി തീന്മേശയിൽ ഇരുന്നുകൊണ്ട് രുചിഭേദങ്ങൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. അപ്പൊ ഡോക്ടർ പറയാണ്, ചെല്ലു, കുട്ടികൾ കാത്തിരിക്കുന്നു, അവരെ വിഷമിപ്പിക്കേണ്ട, ചെന്ന് ഊണ് കഴിക്കൂ. വിശ്വസിക്കാനാവാത്ത എന്തോ കേട്ടതുപോലെ വെങ്കിടരാജ് നിന്നു. ഞാൻ പതുക്കെ നടന്നു. ഒരു കടലിരമ്പം എന്റെ മനസ്സിൽ കേട്ടപ്പോൾ ഞാൻ അതിശയത്തോടെ ചുറ്റും നോക്കി. കുറച്ചു ദൂരം കൂടെ നടന്നപ്പോൾ ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കി. ചൂടുകെട്ട ഒരു പകൽ അകലെ ഒഴിഞ്ഞു തുടങ്ങുന്നു. മങ്ങിയ ആകാശത്തിനു കീഴെ വെങ്കിടരാജു ഇരിക്കുന്നു. ഭാര്യയുടെയും മക്കളുടെയും ഒരു പകലിന്റെ കഷ്ടപ്പാട് അവരെല്ലാവരും കൂടി സ്വാദോടെ വാരി ഉണ്ണുന്നു. ഇത് സത്യത്തിൽ നമുക്ക് നമ്മുടെ കണ്ണുകൾ നിറയാതെ വായിക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് ഈ ഡോക്ടർ ഗംഗാധരന്റെ അനുഭവക്കുറിപ്പുകളിൽ മിക്കവാറുമുള്ളത്. ഈ പുസ്തകത്തിന്റെ ഓരോ താളുകളിലും മനസ്സറിഞ്ഞു വായിക്കുന്ന ഒരു വായനക്കാരന്റെ കണ്ണുനീര് പതിക്കാതിരിക്കില്ല. സഹോദരന്മാരെ, ജീവിതമെന്ന് പറയുന്ന അത്ഭുതം, അതൊരു അത്ഭുതം തന്നെയാണ്. സൃഷ്ടാവ് നമുക്ക് കഴിഞ്ഞ ആ ജീവിതത്തെ ഏത് വഴിക്ക് തിരിച്ചുവിടാനും ഒരു നിമിഷം കൊണ്ട് അവന് കഴിയും. ഇതില് പിന്നെ 13-ാമത്തെ അധ്യായത്തില് അബ്ദു എന്ന് പറയുന്ന ഒരു തമാശക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തന്റെ രോഗം മാരകമായ രോഗമാണ് എന്നറിഞ്ഞിട്ടും അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കൃത്യമായി ചികിത്സ തേടി ധൈര്യത്തോടെയും സ്ഥൈര്യത്തോടെയും ആ അസുഖത്തെ നേരിട്ട അബ്ദു എന്ന് പറയുന്ന തനി നാടനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് പിന്നെ അരിവണ്ടിയിൽ ലോഡ് കയറ്റുന്ന പണിയാണ്. അപ്പൊ കീമോതെറാപ്പി ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സ്ഥിരമായിട്ട് ആഴ്ചകളിൽ വരും. പക്ഷെ അദ്ദേഹത്തിന്റെ നിബന്ധന ഈ
ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് അരിവണ്ടി വരുന്നുണ്ടെങ്കിലേ അദ്ദേഹം വരുള്ളൂ. കാരണം കഷ്ടപ്പാടാണ്. വലിയ തമാശക്കാരൻ എന്ന പേരിൽ 13-ാമത്തെ അധ്യായത്തിൽ അബ്ദുവിന്റെ ചിത്രമാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ പിന്നെ തനി നാടൻ ശൈലിയോടുകൂടി ഒന്നും ഒരു പ്രശ്നമാക്കാതെ നേരിടുന്ന വളരെ കരുത്തുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് അബ്ദു. അങ്ങനെ കുറെ പിന്നെ ഒരു 2-3 മാസക്കാലം കഴിഞ്ഞപ്പോൾ അബ്ദുവിനെ കാണാതാവുന്നുണ്ട്. 5-6 മാസക്കാലം അബ്ദു മുടങ്ങാതെ വന്നു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അബ്ദുവിനെ കാണാതായി. 3-4 മാസം അടുപ്പിച്ച് കാണാതായപ്പോൾ എനിക്ക് അതിശയം തോന്നി. ആരെങ്കിലും വഴി അബ്ദുവിനെ ഒന്ന് അന്വേഷിക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം അബ്ദു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താ അറിയോ? അദ്ദേഹം വളരെ തമാശ രൂപത്തിൽ പറയുന്നുണ്ട്, ഡോക്ടർ, ഞാനൊന്ന് സുഖമായി നടക്കുന്നത് കണ്ടപ്പോ പടച്ചോന് വല്ലാത്ത അസൂയ. എന്റെ കാര്യം പറഞ്ഞാൽ വലിയ തമാശയാണ് സാറേ. ഒന്ന് മാറുമ്പോൾ വേറൊന്ന. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ക്യാൻസർ രോഗിയാണ് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഏതായിരുന്നാലും അബ്ദു വീണ്ടും മുടങ്ങാതെ ചെക്കപ്പിന് വരുവാൻ തുടങ്ങി. കാർഡിയോളജിസ്റ്റ് കൊടുക്കുന്ന ഗുളികകൾ പലപ്പോഴും എന്നെ കൊണ്ടുവന്ന് കാണിക്കും. കഴിക്കുന്ന ഗുളികകളുടെ എണ്ണം പറഞ്ഞ് എന്തെങ്കിലും തമാശ പൊട്ടിക്കും. ഒരു ദിവസം അബ്ദു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ എന്നെ വഴക്ക് പറയില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താ അബ്ദു കാര്യം? ഏയ് അത് പറ്റില്ല, സാർ എന്നെ വഴക്ക് പറയില്ല എന്ന് ഉറപ്പ് പറയണം, എങ്കിൽ ഞാൻ പറയാം. ഞാൻ ഒരു നിമിഷം മടിച്ചു. ഇല്ല, കാര്യം പറയൂ. ഓ, ഈ ജീവിതം വലിയൊരു പ്രശ്നമാ സാറേ, ആകെ ടെൻഷൻ. നമ്മുടെ കയ്യിലുള്ള സൂക്കേടുകളാണെങ്കിൽ ഒന്നും ചെറുതല്ല. ജീവിതത്തിൽ ഒരു രസമില്ല സാറേ, അതുകൊണ്ട് ഞാനൊരു കല്യാണം കൂടെ കഴിച്ചു. നമുക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ നേരം പോക്ക് എന്ന് പറഞ്ഞ് ജീവിതത്തെ വളരെ പോസിറ്റീവായി നേരിടുന്ന അബ്ദു എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു അരിച്ചുമടുകാരന്റെ കഥ കൂടി ഡോക്ടർ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ അവസാനം പറയുന്നത്, അടുത്ത 2 മാസവും അതിന്റെ അടുത്ത മാസവും അബ്ദു വന്നില്ല. മാസങ്ങൾ കടന്നുപോയി. അരിവണ്ടിയുടെ ഈ പ്രദേശത്തേക്കുള്ള ട്രിപ്പ് എന്നേക്കുമായി നിർത്തലാക്കിയതെന്ന് ഞാൻ സംശയിച്ചു. ഒട്ടും നനച്ചിരിക്കാത്ത ഒരു ദിവസം പുതിയൊരു അത്ഭുതവുമായി വന്നു കയറാൻ പോകുന്ന അബ്ദുവിനെ ഞാൻ കാത്തിരുന്നു. ഒരു ദിവസം അബ്ദുവിന്റെ സുഹൃത്ത് എന്നെ കാണാൻ വന്നു. 1-2 മാസമായി ഞാൻ സാറിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ വരുമ്പോഴൊന്നും അവന് നേരം കിട്ടാറില്ല. അയാൾ പെട്ടെന്ന് സ്വരം താഴ്ത്തി, നമ്മുടെ അബ്ദു മരിച്ചുപോയി സാറേ. 8 മാസമായി. പൊടുന്നനെ ഒരു ദിവസം നെഞ്ചുവേദന വന്നു. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. അയാൾ ഒരു നിമിഷം എന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. പിന്നെ തിരിഞ്ഞു നടന്നു. ചലിക്കുവാൻ കഴിയാതെ ഞാൻ നിന്നു. വലിയൊരു പൊട്ടിച്ചിരി കാറ്റിലൂടെ കടന്നുപോയി. ഞാൻ സ്വയം ചോദിച്ചു, ആരാണ് വലിയ തമാശക്കാരൻ? ഇത് ക്യാൻസറിനെ മനഃശക്തി കൊണ്ട് നേരിട്ട് അവസാനം ഹൃദയാഘാതം വന്നിട്ട് മരിക്കുന്ന അബ്ദു എന്ന് പറയുന്ന സാധാരണക്കാരനായ പിന്നെ ഒരു മനുഷ്യനെ കുറിച്ചുള്ള അനുഭവങ്ങളാണ്. ഇതിന്റെ 15-ാമത്തെ അധ്യായത്തിൽ വാശിക്കാരനായ ഒരു അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വളരെ പ്രസിദ്ധമായ പിന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യവും അതേപോലെ തന്നെ മനഃശക്തിയും ഈ വിഷയത്തെ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ കരുത്തുമൊക്കെ വാശിക്കാരനായ അച്ഛൻ എന്ന 15-ാമത്തെ അധ്യായത്തിൽ ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം തകർന്നു പോകുന്ന ഏകരംഗം അദ്ദേഹത്തിന്റെ മകള് വിഷമിക്കുന്ന വിഷയത്തിലാണ്. എന്നാൽ ഒരു അച്ഛന് സ്വന്തം രോഗം മകളറിഞ്ഞിട്ട് മകള് വിഷമിക്കരുത് എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ആ അച്ഛനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്.
പിന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൽ പിന്നെ പറയുന്ന മറ്റൊന്ന് ഈ കുട്ടികളുടെ വാർഡിനെ കുറിച്ചാണ്. ഈ രോഗം വന്ന കുട്ടികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇതിന്റെ 81-ാമത്തെ പേജിൽ ഒരുപാട് കുട്ടികൾ, ഈ കുട്ടികളുടെ രോഗത്തെക്കുറിച്ച് അതിന് വളരെ പ്രതീക്ഷ നൽകുന്ന പിന്നെ ഒരു കാര്യം പറയുന്നത്, കുട്ടികളുടെ വാർഡിൽ ചിരിയും കരച്ചിലും ഒടുങ്ങാതെ തുടരും. ഒരിക്കലും നിലക്കാത്ത പ്രവാഹം പോലെ കുട്ടികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അസുഖം ഭേദമായി പോകുന്നവർ ഒരുപക്ഷെ ഓർക്കാതെ ദുഃഖത്തോടെയാണ് യാത്ര പറഞ്ഞത്. കുട്ടികളുടെ വാർഡിൽ ഒരു കട്ടിലും ഒരിക്കലും ഒഴിഞ്ഞു കിടന്നില്ല. അനുഷ എന്ന 2 വയസ്സുകാരി സുന്ദരി ഒരു ബുധനാഴ്ചയാണ് കുട്ടികളുടെ വാർഡിലെത്തിയത്. സുന്ദരമായ തുടുത്ത മുഖവും തീക്ഷ്ണമായ തിളങ്ങുന്ന കണ്ണുകളുമുള്ള അനുഷ എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ച് പിന്നെ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയുടെ കഥ അനുഭവം പറയുന്നതിനിടയിൽ ഡോക്ടർ പറയുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, പിന്നെ ഇതില് അനുഷയ്ക്ക് ലുക്കീമിയയാണ്. ഓമനത്വമുള്ള ആ മുഖം നോക്കി നിന്നപ്പോൾ എനിക്ക് ഒരു പക്ഷേ ഒട്ടും പരിഭ്രമം തോന്നിയില്ല. എളുപ്പത്തിൽ ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു തരം ലുക്കീമിയ. അപ്പൊ ലുക്കീമിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് എളുപ്പത്തിൽ ചികിത്സിച്ചു മാറ്റാവുന്ന ലുക്കീമിയാകുന്നു എന്നാണ്. അപ്പൊ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന അമിതമായ ഭയപ്പാടിന് അടിസ്ഥാനമില്ല എന്നാണ് പറയുന്നത്. അത് ശരിക്ക് അസ്ഥാനത്താണ്. ഡോക്ടർ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് രോഗികളെ, ഈ രോഗം ബാധിച്ചിട്ടുള്ള നിരവധി കുട്ടികളെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. രോഗം നിശേഷം മാറി മിടുക്കന്മാരായി ആ വാർഡിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ് അവരൊക്കെ. എന്നിട്ട് അനുഷയെക്കുറിച്ച് പറയുന്നതിൽ പിന്നെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു പോകുന്ന അവഗണനയുടെ ഏറ്റവും വലിയ ഒരു ചിത്രവും ദുഃഖവുമായി അവശേഷിക്കുകയാണ് അനുഷ എന്ന് പറയുന്ന കുട്ടി. ഈ അനുഷ എന്ന് പറയുന്ന കുട്ടിയുടെ പാരന്റ്സ് വിദേശത്താണ്. അവര് ഈ കുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദറിനെയും ബാക്കിയുള്ളവരെ ഏൽപ്പിക്കണം. അപ്പൊ ആ കുട്ടിയുടെ കാര്യത്തിൽ അവര് യാതൊരു ശ്രദ്ധയും പുലർത്തുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ സമൂഹം ഒരു രോഗിയെ അവഗണിക്കുന്നത് കൊണ്ട് ആ രോഗി എപ്രകാരമാണ് കൈവിട്ടു പോകുന്നത് എന്ന് അനുഷയുടെ സ്പർശിയായ അനുഭവത്തിലൂടെ ഡോക്ടർ ഓർത്തെടുക്കണം. അവസാനം ഈ വിദേശത്തുള്ള ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നത് കുട്ടിയെ നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുക. ഡോക്ടർ ഗംഗാധരന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ അയാൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, അതേപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആണ്. പിന്നെ വലൈക്കും അസ്സലാം, വളരെ സിസ്റ്റമാറ്റിക് ആണ്, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്യുന്ന ഡോക്ടറാണ്. അയാളുടെ കയ്യിൽ നിന്ന് കുട്ടിയെ നാട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശം കൊടുക്കുന്നത് വിദേശത്തുള്ള പിന്നെ രക്ഷിതാക്കൾ തന്നെയാണ്. ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവും. ഇതൊരിക്കലും പാടില്ല. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ കയ്യിലായിരിക്കണം ഒരു ക്യാൻസർ രോഗി എത്തിപ്പെടേണ്ടത് എപ്പോഴും. അപ്പൊ ഡോക്ടർ തടയുന്നുണ്ട്, നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുപോകരുത്. അപ്പൊ മുത്തച്ഛൻ പറയുന്നൊരു മറുപടി ഉണ്ട്, എന്താ അറിയോ? അവർക്കും ജീവിക്കണ്ടേ? കുട്ടി ഒന്ന് പോയാൽ മറ്റൊന്ന് ജനിക്കുമല്ലോ. ഈ 3 വയസ്സുകാരിക്ക് വേണ്ടി അവരുടെ ജീവിതം നശിപ്പിക്കണമോ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ സമൂഹത്തിന്റെ ധിക്കാരപരമായ ഒരു മറുപടിയാണ്. അങ്ങനെ ആ കുട്ടിയെ അവർ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും കുടുംബത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ ആളില്ലാത്തതുകൊണ്ട് നിർബന്ധിച്ച് രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവുക, അതേപോലെ തന്നെ വേണ്ടത്ര പരിഗണന ലഭിക്കാതിരിക്കുക. ഇവിടെയാണ് ഈ മെഡിക്കൽ എയ്ഡ് സെന്ററുകളുടെയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററുകളുടെയൊക്കെ പ്രസക്തി കടന്നു വരുന്നത്. ഈ സഹോദരന്മാരെ, നമ്മുടെ സമൂഹത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണെന്ന് മനസ്സിലാക്കുക. ക്യാൻസർ ബാധിച്ച് പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിൽ 60% ആളുകൾ വേണ്ടത്ര പരിചരണം ലഭിക്കുവാൻ സാഹചര്യമില്ലാത്ത ആളുകളാണ്. അവർ കാത്തിരിക്കുന്നത് സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തകരെയാണ്. അതിൽ ശ്രദ്ധിക്കുവാൻ
കാരുണ്യത്തിന്റെ മതത്തിന്റെ വക്താക്കളായ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇർഹമൂമൻ ഫിൽ അർള് ഇർഹമുക്കും മൻ ഫിസ് സമാ എന്ന് പറഞ്ഞതിന് പിന്നെ അർത്ഥമുള്ളത് നമുക്ക് ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിക്കുവിൻ, എങ്കിൽ ആകാശത്തിലുള്ള അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നു പറഞ്ഞില്ല. അവസാനം ഈ മുത്തച്ഛനെ ഒരുപാട് കാലത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് ഡോക്ടർ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ആ കുട്ടിയുടെ വർത്തമാനെന്ന് ചോദിക്കുമ്പോ ആ കാരണവർ വളരെ ലാഘവത്തോടുകൂടി പറയുന്നുണ്ട്, അത് പോയി എന്ന് പറഞ്ഞാൽ ആ കുട്ടി മരിച്ചു. ആ കുട്ടി മരിക്കാൻ കാരണം നമ്മുടെ ഡോക്ടറുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ആ വീട്ടുകാരുടെ നിരുത്തരവാദപരമായ കുറ്റകരമായ അനാസ്ഥ, നിസ്സംഗത അള്ളാഹുവിന്റെ വിധിയാണ്. എന്നാലും ചികിത്സാ രംഗത്ത് ആ കുഞ്ഞിനെ പിന്താങ്ങുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഡോക്ടറുടെ അനുഭവം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയം 1 മണിക്കൂറായിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ താഴെയുണ്ട്, അവർക്ക് വേണ്ടി വഴിമാറാം. ഒരു കാര്യം, ഇതില് 18ാമത്തെ അധ്യായത്തിൽ ഗുരുദക്ഷിണ എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ഗംഗാധരനെ MBBSന്റെ സമയത്ത് പഠിപ്പിച്ച ഒരു മാഡവും ആ മാഡത്തിന്റെ ഭർത്താവും രണ്ടും ഡോക്ടേഴ്സാണ്. പക്ഷേ അധ്യാപകരായി ജീവിതം തള്ളി നീക്കിയതുകൊണ്ട് അവർക്ക് സമ്പാദ്യമൊന്നുമില്ല. 30 വർഷം മുമ്പ് അവരുടെ മകൾക്ക് വന്ന രോഗം 30 വർഷം കഴിഞ്ഞ് വീണ്ടും വരണം. ക്യാൻസർ, ചില ക്യാൻസറുകൾ മാറിക്കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെയും വരും. അങ്ങനെ അവസാനം ആ മകൾ മരിക്കൽ. ഇവർക്ക് ആകെയുള്ളൊരു മകൾ തന്റെ ഗുരുനാഥന്മാരായ ഡോക്ടറോടും മാഡത്തോടും ഒന്നും പറയുവാൻ കഴിയാതെ ഡോക്ടർ നിൽക്കണം, ഒന്നും പറയാൻ കഴിയാതെ, കണ്ണു നനയാതെയും തൊണ്ടയിടറാതെയും നമുക്ക് ആ 18ാമത്തെ അധ്യായം വായിച്ചു തീർക്കാൻ കഴിയില്ല. അത്ര സ്പർശിയായിട്ടാണ് അദ്ദേഹം ആ അനുഭവങ്ങൾ അനിയനിലൂടെ, അനിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാകൃത്ത്, അനിയനിലൂടെ നമ്മോട് പറയുന്നത്. അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: ആശുപത്രിയിൽ നിന്ന് വിട്ടതിന് ശേഷം മാഡവും സാറും ഒരു ദിവസം എന്നെ കാണാൻ വന്നു. മാഡത്തിന്റെ മുഖത്ത് നോക്കിയപ്പോൾ എന്റെ കണ്ണു നിറഞ്ഞു. മാഡത്തിന്റെ മകളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എത്രയോ ക്രിസ്തുമസ് രാത്രികളിൽ കോർത്തുപിടിച്ച് ആടുകയും പാടുകയും ചെയ്ത ആ കൈകൾ എന്നിൽ നിന്ന് വഴുതിപ്പോയി. നിലച്ചുപോയ ഒരു ബുൾബുൾ നാദം പോലെ എന്റെ കാതിൽ ബാക്കി നിൽക്കുന്നു ആ ശബ്ദം. മാപ്പിരക്കുകയും അതുപോലെ ഞാൻ മാഡത്തിന്റെ മുന്നിൽ കുരിഞ്ഞ ശിരസ്സോടെ നിൽക്കുകയും ചെയ്തു. മാഡം എന്റെ അടുത്ത് വന്നു, എന്റെ തോളിലും മുഖത്തും തൊട്ടു. ഞാൻ പെട്ടെന്ന് ആ പഴയ 1ാം വർഷ വിദ്യാർത്ഥിയായി മാറി. ഞങ്ങളൊക്കെ എന്നും സ്വന്തം അമ്മയെപ്പോലെ കണ്ട മാഡം എന്നെ അടുപ്പിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള ശിഷ്യന്മാരാണ് ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം. മാഡം എന്റെ ശിരസിൽ കൈവച്ചു. എന്റെ ഉള്ളിൽ അപ്പോഴും നീറുന്നുണ്ടായിരുന്നു. അവിടെ തന്റെ ഗുരുനാഥന്മാരുടെ മകളെ രക്ഷിക്കാൻ കഴിയാത്തതിൽ വിങ്ങിപ്പൊട്ടുന്ന ഡോക്ടറുടെ മനസ്സ് നമുക്ക് വായിക്കാൻ കഴിയും. ഈ തീവ്രമായ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നതിനിടയിൽ വളരെ രസകരമായ ഒരു സംഭവം അദ്ദേഹം പറയുന്ന, അദ്ദേഹം ഒരു കാറ് വാങ്ങിയിട്ട് ആ കാറില് തിരുപ്പൂരിലേക്ക് കന്നിയാത്ര പോകുന്നുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും സഹോദരിയും 2 കുട്ടികളും സഹായത്തിന് ഒരു ഡ്രൈവറും തിരുപ്പൂരിൽ അവരുടെ അച്ഛനും അമ്മയും കാണാൻ പോകും. ഒരു 10-15 ചക്കയും കാറിന്റെ ഡിക്കിലിട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് 2-3 പ്രാവശ്യം കാറിന്റെ ടയർ പൊട്ടി. അങ്ങനെ പോകുന്ന വളരെ രസകരമായ ഒരു ചാപ്റ്റർ ആദ്യ കാറിലെ കന്നിയാത്ര എന്ന് പറയുന്ന 19ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. സഹോദരന്മാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിൽ ഈ ഡോക്ടറുടെ അനുഭവങ്ങൾ, ഇതിൽ ഓരോ അധ്യായവും വായിക്കേണ്ടത്. പക്ഷെ ഒരു വായനശാലയിൽ ഒരു അധ്യായത്തിന്റെ നേർക്കുനേരെയുള്ള വായനയുടെ പ്രസക്തിയും അതിന്റെ സമയപരിധിയും ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ വായന അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഡോക്ടറുടെ അനുഭവങ്ങളെ
ഇത്ര സുന്ദരവും സ്പർശിയുമായ രൂപത്തിൽ നമ്മിലേക്ക് പകർന്നു വന്ന അനിയന്റെ തൂലികയെ നമ്മൾ പ്രത്യേകം പുകഴ്ത്തേണ്ടതുണ്ട്. അതിലിപ്പോ ഒരൊറ്റ സാമ്പിൾ മാത്രം ഞാൻ 2 വരി അതിനെ ഉദ്ധരിക്കുകയാണ്. ഇതിന്റെ ഭാഷയുടെ സൗന്ദര്യം മനസ്സിലാക്കാനും പിന്നെ 20ാമത്തെ അധ്യായമുണ്ട്. 20ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് അച്ചയ്യ എന്ന് പറയുന്ന 23ാമത്തെ വയസ്സിൽ CA എടുത്ത ഒരു കുട്ടിയെ കുറിച്ചാണ്. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കേമിയ എന്ന് പറയുന്ന രോഗം വന്നിട്ട് ഈ അച്ചയ്യ പിന്നെ മാറാരോഗിയായി മാറുന്നു. അവസാനം പിന്നെ ആ കുട്ടി മരിച്ചു പോകും. ആ ഭാഗം പിന്നെ ആ കുട്ടിയുടെ അച്ചയ്യയുടെ അച്ഛനും അമ്മയും 132ാമത്തെ പേജില് അനിയൻ പറയുന്ന ഈ ഭാഷാ സൗന്ദര്യം, ഈ അവതരണത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചികിത്സക്കിടക്കാനുള്ള രോഗം വീണ്ടും കൂടാരങ്ങൾ പുതുക്കി പണിഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് അവനെ തിരത്തുക എളുപ്പമുള്ള കാര്യമല്ല. 2 മാർഗങ്ങളെ ഞങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നുള്ളൂ. ഒന്ന് മജ്ജ മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഹൈ ഡോസ് കീമോതെറാപ്പി. രണ്ടും വലിയ ചെലവുള്ളതാണ്. മജ്ജ മാറ്റിവെക്കലിന് ആ കാലത്ത് തന്നെ 6 ലക്ഷം രൂപയോളം വരും. ഇത് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകത്തിന്റെ ആദ്യ പ്രതി പുറത്തിറങ്ങുന്ന 2004ലാണ്. ഈ അനുഭവങ്ങൾ അതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നുള്ള ചാർജാണ് ഈ പറയുന്നത്. ഒരു വലിയ ചെലവുള്ളത്, 2 വലിയ ചെലവുള്ള ചികിത്സകളാണ്. ഹൈ ഡോസ് കീമോതെറാപ്പിക്ക് 3 ലക്ഷവും അതേപോലെ തന്നെ മജ്ജ മാറ്റിവെക്കലിന് 6 ലക്ഷവുമാണ് ആ കാലത്ത് അതിന്റെ ചാർജ്. അപ്പൊ താങ്ങാൻ കഴിയില്ല. എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഞാൻ കുറച്ചു നേരം നിന്നു. അച്ഛനോടും അമ്മയോടും ഒന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞ് ഞാൻ വാതിൽ തുറന്ന് ഇറനായിലേക്ക് ഇറങ്ങി. സാധാരണ ഇത്തരം കാര്യങ്ങൾ പ്രായമായവരോട് പറയാതിരിക്കുകയാണ് പതിവ്. ഇന്നലെ അവസാനത്തെ കീമോതെറാപ്പിയെക്കുറിച്ച് അന്വേഷിച്ചവരാണവർ. പറയേണ്ട വാക്കുകളെക്കുറിച്ച് ഒരു രൂപവുമില്ലാതെ ഞാൻ നിന്നു. അച്ചയ്യയുടെ അച്ഛനും അമ്മയും പുറത്തേക്കിറങ്ങി വന്നു. വെളിച്ചം കുറഞ്ഞ ഇടനാഴിയിൽ കാഴ്ച മങ്ങിയിട്ടെന്ന പോലെ ഇരുവരും കണ്ണട ഒന്ന് നേരെയാക്കി വെച്ചു. എന്താ ഡോക്ടർ, പ്രശ്നം വല്ലതുമുണ്ടോ? കൂടുതലൊന്നും ആലോചിക്കാതെ ഞാൻ കാര്യം പറഞ്ഞു. ഇനി ചെയ്യാനുള്ള ചികിത്സയും ചെലവുമൊക്കെ വിശദമായി തന്നെ പറഞ്ഞു. പറഞ്ഞു തീരുന്നതുവരെ ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല. ഇടനാഴിയുടെ നേർത്ത ഇരുളിൽ ആരുടെയും മുഖം വ്യക്തമായിരുന്നില്ല. അതുമാത്രം ഒരാശ്വാസമായി. വികൃതമായ ഒരു ശബ്ദമാണ് ഞാൻ പെട്ടെന്ന് കേട്ടത്. നീണ്ടുപോകുന്ന ഒരു നിലവിളിയാണ് അതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കി. അച്ചയ്യയുടെ അച്ഛൻ പതുക്കെ പതുക്കെ കുഴഞ്ഞു വീഴുന്നു. ചുമരിൽ ഊർന്നു പിടിക്കാൻ ശ്രമിക്കുന്ന വിരലുകൾ ബലം നശിച്ച് താഴേക്ക് ഉരസിയിറങ്ങുന്നു. ശോഷിച്ചതെങ്കിലും അയാളുടെ ശരീരം ആ സ്ത്രീയുടെ കൈകൾക്ക് താങ്ങാവുന്നില്ല. നിലത്ത് തലയടിച്ചു വീഴുമ്പ് ഞാൻ അയാളെ താങ്ങിപ്പിടിച്ചു. വല്ലാത്തൊരു ശബ്ദത്തോടെ അയാൾ കരയുന്നു. ആ ശരീരത്തിൽ നിന്ന് ആകെ ബാക്കിയുള്ള സ്വരമാണ് പുറത്തേക്ക് ഒഴുകുന്നതെന്ന് എനിക്ക് തോന്നി. അതിനുപോലും എന്റെ കാതുകൾക്കപ്പുറത്തേക്ക് പോകാനുള്ള ത്രാണിയില്ലായിരുന്നു. അയാളെ നിലത്ത് താങ്ങിയിരുത്തി ഞാൻ എണീറ്റു. ഞാൻ കുറച്ചുനേരം അയാളെ തന്നെ നോക്കിയിരുന്നു. ഇടനാഴിയുടെ അറ്റത്തെത്തിയപ്പോൾ പുറകിൽ നിന്ന് ആരോ വിളിച്ചു, ഡോക്ടർ ഒന്ന് നിൽക്കണേ. ഞാൻ തിരിഞ്ഞു നോക്കി. എന്റെ ഒപ്പമെത്താൻ ബന്ധപ്പെട്ട് അച്ചയ്യയുടെ അമ്മ വേഗത്തിൽ നടന്നു വരുന്നു. കാലുകളുടെ ഇടർച്ച വകവെക്കാതെ അവർ ഇപ്പോൾ വീണേക്കുമെന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് ചെന്ന് അവരുടെ കൈ പിടിച്ചു. ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് അപ്പോഴും അച്ചയ്യയുടെ അച്ഛനിരിക്കുന്നു. ആരോ ഇരട്ടത്തേക്ക് വലിച്ചെറിഞ്ഞ ഒരു ഉടഞ്ഞ ശില്പം പോലെ. ഇത് സ്വന്തം
മകൻ നഷ്ടപ്പെട്ടതിൽ മനസ്സ് തകർന്ന ഒരു അച്ഛന്റെയും അമ്മയുടെയും കഥ. ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ കടലായി ഇരമ്പുകയാണ് സത്യത്തിൽ ഈ പുസ്തകത്തിൽ. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. അതേപോലെ തന്നെ മനോധൈര്യം കൊണ്ട് ജീവിതത്തിന്റെ വിശാലതയിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് മനുഷ്യരുടെ കഥയുമുണ്ട്. ദൈവത്തിന്റെ രൂപം എന്ന് പറയുന്ന 4-ാമത്തെ അധ്യായത്തിൽ വിവാഹം കഴിച്ച് ഏതാനും ദിവസം മാത്രം കൂടെ ജീവിച്ച ഒരു ചെറുപ്പക്കാരന്റെ അനുഭവമാണ്. ഭാര്യയ്ക്ക് മാരകമായ രോഗം. അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നിട്ട് ഡോക്ടറെ കാണാണ്. വീട്ടുകാരൊക്കെ പറയുന്നു ആ പെൺകുട്ടിയെ വേണമെങ്കിൽ ഒഴിവാക്കാം, കാരണം ഇവരാകെ ജീവിച്ചത് 3-4 ദിവസം ഒരുമിച്ചിട്ട്. പക്ഷെ ഡോക്ടർ പറയുന്നു അവൾ ചികിത്സിക്കുകയാണെങ്കിൽ സുഖപ്പെടും. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറയാം, വിദേശത്ത് പോയി വിയർപ്പൊഴുക്കി മണലാരണ്യത്തിൽ എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും അവളെ ഞാൻ ചികിത്സിക്കുമെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ആ ചെറുപ്പക്കാരന്റെ മനോധൈര്യത്തിന് മുമ്പിൽ ആ പെൺകുട്ടിയുടെ അസുഖം മാറി. നിരന്തരമായി പണമയച്ചു, ചികിത്സ നടത്തി, വീട്ടുകാരൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടും ഒഴിവാക്കാതെ ദേവി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അസുഖം പൂർണ്ണമായും സുഖപ്പെട്ടു. 40-ാമത്തെ പേജിന്റെ അവസാനം അവളുടെ സുന്ദരമായ ജീവിതം പറയുന്നുണ്ട്. ദേവി പിന്നീട് MA-യും B.Ed-ഉം എടുത്തു. ഇപ്പോൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. രാജീവനും ദേവിക്കും 2 കുട്ടികളുണ്ടായി. മക്കളോടൊപ്പം ദേവിയും രാജീവും എന്നെ കാണാൻ വന്നു. ഇത് ഇങ്ങനെ അസുഖം മനോധൈര്യം കൊണ്ടും പിൻബലം കൊണ്ടും രണ്ടും പ്രസക്താട്ടോ. സഹായം, കരുണ, തണൽ, തലോടൽ, സാന്ത്വനം, ഇത് വലിയ ഘടകമാണ്. ഇതൊക്കെ ലഭിക്കുന്നതുകൊണ്ട് ക്യാൻസറിന്റെ ഇരുൾക്കയങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് തിരിച്ചു നടന്നു വന്ന ഒരുപാട് മനുഷ്യരുടെ ചിത്രവും ജീവിതമെന്ന അത്ഭുതം എന്ന പുസ്തകത്തിൽ ഡോക്ടർ ഗംഗാധരൻ നമ്മോട് പറയുന്നുണ്ട്. ഏതായിരുന്നാലും സഹോദരന്മാരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചിന്തകൾ സമ്മാനിക്കുന്ന, നമ്മുടെ വായനയിൽ ഒരിക്കലും നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത, ആർക്കെങ്കിലുമൊക്കെ വായിക്കാൻ കൊടുക്കേണ്ട, നിർദ്ദേശിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്. അതിലെ ഏതാനും ശകലങ്ങൾ മാത്രമാണ് ഈ വായനശാലയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഗുണകരമായി തീരുവാനും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുസ്തകത്തിന്റെ മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുവാനും അത് എത്തേണ്ടവരുടെ കൈകളിൽ എത്തിക്കുവാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കും സാമ്പത്തികമായി വിഷമിക്കുന്ന ആളുകൾക്കും അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആശുപത്രികളിലും മറ്റു ചികിത്സാലയങ്ങളിലും ജീവിതം ഹോമിക്കുന്ന, സ്വന്തക്കാർക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് കാത്തുനിൽക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തിന്റെ മുക്കുമൂലകളിലുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ ശമനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.